എടുത്തതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഞാനിപ്പോ ഏകദേശം ഒരു 1 ലക്ഷം കഴിഞ്ഞ് ഇനിയിപ്പോ 2000 ഓടി. 1.2 നിങ്ങൾക്ക് വാറന്റി പീരീഡ് കഴിഞ്ഞു. ഇപ്പൊ എന്താ ചെയ്ത് ബാറ്ററി മാറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അതില് ആ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ അവര് 3-4 പീസ് മാറ്റിയിട്ടുണ്ട്. സെല്ല് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ 0 പോയിന്റ് വരെ കംപ്ലീറ്റ് ആക്കലുണ്ട്. ഡ്രെയിൻ ആക്കും, ഫുൾ ഡൗൺ ആവും, വെയിറ്റ് ഫുൾ ഡൗൺ ആവും, ഡ്രെയിൻ ആവും, എന്നിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അതെ, എന്നിട്ട് ചാർജ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടി? ഇതിന് 125 കിലോമീറ്റർ. 125 കിട്ടുന്നുണ്ട്. യെസ്. എത്ര കിലോമീറ്റർ ഓടി? 1 ലക്ഷം കിലോമീറ്റർ വരുന്നത്. 1 ലക്ഷം കിലോമീറ്ററിന്. ഏട്ടാ എന്താ പേരെന്താ? ഓക്കെ. നിങ്ങൾ ഈ ഒരു ട്രിയോ അല്ലേ? ട്രിയോ എടുത്തിട്ട് എത്ര വർഷമായി? ട്രിയോ എടുത്ത് ഞാൻ ആ കോവിഡിന്റെ സമയത്തായിരുന്നു എടുത്തത്. 2020. അപ്പൊ 4 വർഷം കഴിഞ്ഞു. 4.5 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പോ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഞാനിപ്പോ ഏകദേശം ഒരു 1 ലക്ഷം കഴിഞ്ഞു. 1 ലക്ഷം കഴിഞ്ഞ് ഇനിയിപ്പോ 2000 ഓടി. 1.2 അടുത്ത്. 1 ലക്ഷം കഴിഞ്ഞ് 1225 ഓടിയില്ലേ? അപ്പോ നിങ്ങൾക്ക് ഇതിന് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? ഇതിനിപ്പോ ഏകദേശം സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് 100 കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കമ്പനി ബൂസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു 80. ബൂസ്റ്റിംഗ് ഇപ്പോ നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാല് ഫുള്ള് കയറ്റത്തിന്റെ ഹിൽ ഏരിയ ആയതുകൊണ്ട് നമ്മൾ കുറവാണ്. ടൗൺ ഏരിയ ഒക്കെ ആണെങ്കിൽ ഒരു 100 കിട്ടുന്നു. അപ്പൊ നിങ്ങള് ഈ ബൂസ്റ്റ് ചെയ്തത് ഈ ഒരു 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണോ? അല്ലല്ല, ബൂസ്റ്റ് ചെയ്തത് ഏകദേശം 60,000 കിലോമീറ്ററിന് ശേഷം. ആ സമയത്ത് കുറയാൻ തുടങ്ങിയതിന് ശേഷമാണോ? റേഞ്ച് കുറഞ്ഞതിന് ശേഷമാണോ? റേഞ്ച് കുറഞ്ഞതിന് ശേഷം ബൂസ്റ്റ് ചെയ്തത്. കമ്പനി ബൂസ്റ്റ് ചെയ്യാൻ. ഓക്കെ. അതിന് പൈസ ഒന്നും ആയിട്ടില്ല, കമ്പനി ഫ്രീ ആണ്. ഇപ്പോ ഇതിന്റെ വാറന്റി പീരീഡ് 1 ലക്ഷം കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന. വാറന്റി 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം. അപ്പൊ നിങ്ങൾക്ക് വാറന്റി പീരീഡ് കഴിഞ്ഞു. ഇപ്പൊ എന്താ ചെയ്ത് ബാറ്ററി മാറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അതില് ആ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ അവര് 3-4 പീസ് മാറ്റിയിട്ടുണ്ട്. സെല്ല് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും പൈസ ഒന്നും ആയിട്ടില്ല. മഹേന്ദ്ര അവര് തന്നെ ചെയ്തു. അപ്പൊ 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. 1 ലക്ഷം കഴിഞ്ഞിട്ടില്ല, 1 ലക്ഷം വരെ. 1 ലക്ഷം വരെ. ഓക്കെ. അപ്പോ നിങ്ങൾ ഇതിന്റെ ചാർജിങ് ടൈം ഒക്കെ എത്രയാണ്? ചാർജിങ് ടൈം എന്ന് പറയുന്നത് കറക്റ്റ് 3.5 മണിക്കൂറാണ്. ഫുൾ ചാർജ് 130 ഡിജിറ്റ് ആണ് ഫുൾ ചാർജ്. ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ ഫുൾ ചാർജ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു ഉച്ച സമയവും ഊണ് കഴിക്കാൻ പോകുമ്പോൾ പിന്നെ ഞാൻ ചാർജ് കിട്ടും. ശരി. അപ്പൊ ഈ ഒരു ചാർജിങ് ടൈമിൽ വേരിയേഷനോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടുണ്ടോ? ചാർജിങ് അതിന്റെ വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കമ്പനി ആയിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് അവർ അങ്ങോട്ട് ചെല്ലാൻ പറയും, ചെയ്തു തരുന്നത്. അപ്പോ ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു 5 വർഷം 4.5 വർഷം അല്ലെ? 5 വർഷത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ? ഞാൻ ഇതിനകത്തൊരു ഫ്യൂസ് പോലും മാറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് വണ്ടി ഉപയോഗിക്കുക? ഇതിന്റെ ചാർജിങ് കാര്യങ്ങളും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ശ്രദ്ധ കാര്യങ്ങളോ ചെയ്യുന്നത്? ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മള് ഫുൾ ചാർജ് എടുത്ത് പിന്നെ നമ്മൾ ഓടാൻ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഏകദേശം 20-25 ആകുമ്പോഴേക്കും നമ്മളത് പിന്നെ ഓടാൻ പാടില്ല. ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ പറയാൻ പറ്റില്ല, എവിടെയോ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വൈക്കലാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ചാർജ്. അതുപോലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കോഴിക്കോട് പോയി വന്ന് പിന്നെ ഇവിടെ വന്ന് പിന്നെ വേറൊരു ഓട്ടം പോയി വന്ന് അപ്പോഴേക്കും എനിക്ക് ഒരു 10 പോയിന്റ് ഉണ്ട്. അപ്പൊ വന്നപ്പോ എന്റെ വീട്ടിൽ പോയ ഒരു കയറ്റം. അപ്പോ നിങ്ങൾ ഈ ഒരു 90 അല്ലേ ചാർജ് പറഞ്ഞത്, റേഞ്ച് പറഞ്ഞത്? 50 കിലോമീറ്ററിന്റെ മുകളിലൊക്കെ ഉള്ള ഒരു ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഓരോ പോസ്റ്റുമിൽ ഇപ്പൊ ഗവൺമെന്റ് KSEBിന്റെ സജ്ജീകരണം അത് ഇപ്പോഴല്ലേ? ഇപ്പോഴാണ്. നിങ്ങൾ ഇറക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ചെയ്യും, വീട്ടിൽ പോയിട്ട് അവരെ എവിടെയാണോ വീട് ആ വീട്ടിൽ കൊണ്ടിട്ട് കുത്തിയിട്ടായിരുന്നു ചെയ്യും. നമ്മൾ ഓട്ടം പോകുന്ന അവരോട് ചെയ്ത് വരും. അപ്പോ ഇത് നിങ്ങൾ എടുക്കുന്നതിന്റെ മുൻപ് വേറെ ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ചിരുന്നോ? വേറെ വണ്ടി ഉപയോഗിച്ചു. ഞാൻ ആപ്പ എന്ന വണ്ടി ഉപയോഗിച്ചു, ഡീസൽ വണ്ടി. അത് ഏകദേശം ഒരു 10-12 വർഷം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ മെച്ചം തോന്നുന്നത് എനിക്ക് ഇലക്ട്രിക്. അത് എന്റെ വീട്ടില് സോളാർ ആക്കി കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് ഇത് ഓടുമ്പോ എനിക്ക് ഒരു പൈസ വരുന്നില്ല. എനിക്ക് എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഏകദേശം ഞാൻ ഇതിനു മുമ്പ് സോളാർ ആക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 6000 രൂപ 5000 രൂപ അങ്ങനെ അടച്ചോളൂ. ഇപ്പൊ എനിക്ക് KSEBിന്റെ 0 ചാർജ് ആണ്.
വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഇറക്കുന്ന ടൈമിൽ ഈ ട്രിയോ ഇറങ്ങിയ ടൈമിലാണല്ലോ അത് അല്ലെ? അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയാൽ എനിക്ക് പേപ്പർ കൂടി ഒന്ന് എനിക്ക് അതിന്റെ ഒരു നോളജ് കിട്ടി. ഇത് ഈ ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭമാണ്. ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കുടുംബം മെച്ചപ്പെടാനുള്ള ഒരു നല്ലൊരു ഇതാണ് കാണിച്ചത്. അപ്പോ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കുന്നതിന്റെ ഈ ഒരു ഡീസലിൽ നിന്ന് ഇതിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ? ഇല്ല, ഇത് വളരെ സിമ്പിൾ. ഏത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. വളരെ ഒരു ഐഡിയ ഇല്ല. ഇത് ആക്സിലേറ്റർ കൊടുത്താൽ ഇത് ചാർജ് മറ്റേ ഫസ്റ്റ് മോഡിന്റെ സെക്കൻഡ് മോഡ് അത്ര തന്നെ. ഇത് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഏത് ചെറിയ മക്കൾക്ക് വണ്ടി ഓടിക്കാൻ വളരെ സിമ്പിളാണ്. അപ്പൊ ഇപ്പോൾ ഉള്ള മറ്റുള്ള ഇലക്ട്രിക് ഓട്ടോ ഒക്കെ നിങ്ങൾ ഓടിച്ചു നോക്കിയിരുന്നോ? ഇലക്ട്രിക് ഓട്ടോ ഓടിച്ചു നോക്കി. പക്ഷെ ഇതിനെക്കാട്ടി പോയിട്ട് പിന്നെ റേഞ്ച് വന്നിട്ടുണ്ട്. ഈ മഹേന്ദ്രന്റെ ട്രിയോ പ്ലസ് അത് 150 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മള് ഓടിച്ചില്ല. ഇപ്പൊ പറയുന്ന 150 തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ റേഞ്ച് ഏരിയ ആകുമ്പോഴാണ് ഉള്ള പ്രശ്നം. അപ്പൊ നമുക്ക് ഇതിന്റെ ചാർജ് ഓട്ടോമാറ്റിക്കലി കുറയും. പിന്നെ ഇതിന്റെ ഈ ഒരു ചാർജിങ്ങിന്റെ ഒരു ഫുൾ ചാർജ് നിങ്ങൾ ഈ ലോയിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ എപ്പോഴെങ്കിലും വേറൊരു രീതിയിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു പിന്നെ വണ്ടിക്ക് കംപ്ലൈന്റ്സോ കാര്യങ്ങളോ, ബാറ്ററി ഡൗൺ ആയി പോവുക, അങ്ങനെ ഒരു സംഭവം ലോ ചാർജിൽ പോയ സമയത്ത്? നല്ല സുഖമാണ്. ഇത് ഓടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ്. നമുക്ക് മറ്റുള്ള ഡീസലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഡീസലിന്റെ വണ്ടി എടുത്ത് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും 7 രൂപ എടുത്തു. ഇത് വെറും ഒരു 50 പൈസ മാത്രമേ ഇതിന് ചെലവ്. അപ്പോ നിങ്ങൾ ഈ ഒരു പിന്നെ അത് മാത്രമല്ല നമ്മളെ വീട്ടിൽ സോളാർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പൈസയും വരുന്നില്ല. സീറോ എനർജി ചാർജ് ആയിട്ട സീറോ ആണ്. ഇത് എടുക്കുന്ന സമയത്ത് ഇതിനിപ്പോ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വണ്ടിക്ക് കാര്യമായിട്ടുള്ള ഒരു റീസെയിൽ വാല്യൂ നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ അടുത്ത് കമ്പനി പറഞ്ഞിട്ട് ഇപ്പൊ 1 ലക്ഷം രൂപയിൽ എടുത്ത് തരാമെന്ന് കമ്പനി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവര് പിന്നെ എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായി. മഹേന്ദ്ര പറഞ്ഞ എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ. ചാർജർ എന്റെ അടുത്ത് 2 പ്രാവശ്യം ചാർജർ അടിച്ചു പോയി. അത് കമ്പനി ഓൾറെഡി മാറ്റി തന്നു. പിന്നെ ഞാൻ ചാർജർ പോയപ്പോ കമ്പനിന്റെ വാറന്റി കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്ത് പുതിയ ചാർജർ പൈസ എടുത്ത് വാങ്ങി. അത് ഏത് സമയത്തായിരുന്നു നിങ്ങൾക്ക് ചാർജറിന്റെ പ്രശ്നം? ഒരു വാറന്റി ചാർജറിന്റെ വാറന്റി 3 വർഷമായി. ആ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുതിയ ചാർജർ വാങ്ങി. പ്രശ്നം. അപ്പോ നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ലാഭം തന്നെയാണ്. ലാഭം തന്നെ. ഇനി എല്ലാവരും ഏത് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് മാത്രമേ എടുക്കാതാണ് എന്റെ ഒരു. എന്താ പേരെന്താ? ശിവദാസ്. നിങ്ങൾ ഈ ഒരു ട്രിയോ അല്ലേ? ഇപ്പോ ട്രിയോ എടുത്തിട്ട് ഇപ്പൊ എത്ര കാലായി? ഒരു 2 വർഷം. 2 വർഷം. 2 വർഷം കഴിഞ്ഞ് 2 വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ് സർവീസ് കഴിഞ്ഞത്. അപ്പോ നിങ്ങൾ ഈ ഒരു എത്ര കിലോമീറ്റർ ഓടി? 1 ലക്ഷം കിലോമീറ്റർ വരുന്നത്. 1 ലക്ഷം കിലോമീറ്ററിന് 95,860. 1 ലക്ഷം കിലോമീറ്ററിന്റെ അടുത്ത് ഓടി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടി? ഇതിന് 125 കിലോമീറ്റർ. 125 കിട്ടുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ എടുക്കുന്ന സമയത്ത് ആ ഒരു റേഞ്ച് കിട്ടും? അതെ, 130 ഉണ്ടായിരുന്നു. 130 ഉണ്ടായിരുന്നു. 125, 128 വരെ ഇപ്പം കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നത് 130 ആണ്. അതെ, അത് കറക്റ്റ് കിട്ടുന്നുണ്ട്. കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ 0 പോയിന്റ് വരെ കംപ്ലീറ്റ് ആക്കലുണ്ട്. ഡ്രെയിൻ ആക്കും. ഫുൾ ഡൗൺ ആക്കും. ബാറ്ററി ഫുൾ ഡൗൺ ആക്കും. ഡ്രെയിൻ ആവും. എന്നിട്ടാണ് ചാർജ് ചെയ്യുക. അതെ, എന്നിട്ടാ ചാർജ് ചെയ്യാം. ഓക്കെ. അപ്പോ നിങ്ങൾ എടുത്തതിന് ശേഷം ഈ ഒരു റേഞ്ചിന്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി കംപ്ലൈന്റോ കാര്യങ്ങളോ ഈ ഒരു വർഷം ഇല്ല, ഒരു കംപ്ലൈന്റ് വന്നില്ല. 1 ലക്ഷം കിലോമീറ്റർ ആയിട്ട് പോലും ഒന്നും കംപ്ലൈന്റ് വന്നില്ല. അപ്പൊ സെല്ല് മാറ്റേണ്ട കാര്യങ്ങളോ? ഇല്ല, ഒന്നും വന്നില്ല. അപ്പൊ നിങ്ങളൊരു ഈ ഒരു വണ്ടി എടുക്കുന്നതിന് മുന്നേ വേറെ ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ചിരുന്നോ? ഞാനൊരു 30 വർഷമായി നമ്മള് വണ്ടി ഡീസൽ വണ്ടിയായിരുന്നു. 30 വർഷം. അതെ. ഡീസൽ വണ്ടിയായിരുന്നു. ഡീസൽ വണ്ടി ഫുൾ നഷ്ടത്തിലാണ്. പാപ്പ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് നല്ല മോടി പിടിപ്പിച്ച് നല്ല പണിയെല്ലാം എടുപ്പിച്ച് ശരിക്കും പറയാണെങ്കിൽ ഫുള്ള് നഷ്ടമായിരുന്നു. നഷ്ടം എന്ന് പറഞ്ഞാല് ഭയങ്കര നഷ്ടം. എപ്പോഴും നമ്മള് പിന്നെ ഓടി പൈസ ഉണ്ടാക്കുക, അതിന്
തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അത് തന്നെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡീസൽ വണ്ടി മാറി ഈ ഇലക്ട്രിക്കിലേക്ക് വരാനുള്ള കാരണം ഇലക്ട്രിക്കിലേക്ക് വരാനുള്ള കാരണം പേരാമ്പ്ര കുറെ വണ്ടി ഉണ്ടായിരുന്നു. അതില് ആദ്യം ഡീസൽ വണ്ടിക്കാര് പറയും ഈ വണ്ടി എടുക്കണ്ട, കാരണം പറഞ്ഞാൽ ഇത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒട്ടാകെ ഇപ്പം കയറ്റം വലിയില്ല, അങ്ങനെ ഇങ്ങനെയെന്നല്ല പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ഞാൻ വേറെ ഒരു ചങ്ങായോട് ചോദിച്ചോ, പറഞ്ഞു ഞാൻ 5 ലക്ഷം റുപ്യ കൂടി വേറെ ഈ ഇലക്ട്രിക് വണ്ടിക്കാരനോട് ചോദിച്ചോ, പേരാമ്പ്ര തന്നെയല്ലേ 5 ലക്ഷം റുപ്യ കൂടി. ഇലക്ട്രിക് വണ്ടിക്കാരെല്ലാം ചില ആൾക്കാർക്കെല്ലാം കംപ്ലൈന്റ് ഉണ്ട്, പക്ഷെ അതെന്താന്നുള്ള അത് അതിന്റെ ഓടിക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും, അല്ലെ ചാർജ് ചെയ്യാത്ത പ്രശ്നം കൊണ്ടായിരിക്കും, അങ്ങനത്തെ ഒരു ഇത് കൊണ്ടാണ്. എന്റെ ചാർജർ ഒന്നും ഇതുവരെ അടിച്ചു പോയിക്കോ അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല. കാരണം നമ്മളൊരു മൊബൈൽ യൂസ് ചെയ്യുന്നതും പല ആൾക്കാരും പല രീതിയിലാണ്. അതേ ഒരു പ്രശ്നം തന്നെയാണ് ഇതിലും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പിന്നെ വണ്ടി പുറത്തുനിന്ന് എവിടുന്ന് ചാർജ് ചെയ്യേണ്ട ഒരു പുറത്തും ചാർജ് ചെയ്യാം, ഞാൻ പോസ്റ്റും ചാർജ് ചെയ്യലുണ്ട്. ഞാൻ പിന്നെ ഇത് കൊണ്ട് ലോങ് എല്ലാം പോയിട്ടുണ്ട്. ലോങ് കാസർഗോഡ് വരെ പോയിട്ടുണ്ടോ? അപ്പോ നിങ്ങൾ ഈ ഒരു ചാർജിങ് കാസർഗോഡ് പോയിക്ക്, പിന്നെ മലപ്പുറം പോയിക്ക്, മലപ്പുറം ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ദൂരം പോകുന്ന സമയത്ത് നമുക്ക് ഒരു 100 കിലോമീറ്ററിന്റെ മേലെ, അതെ 125 കിലോമീറ്റർ കിട്ടില്ല. ഞാനിപ്പോ മലപ്പുറം പോയാലും പറഞ്ഞാല് അവിടുന്ന് പിന്നെ ലേശം ചാർജ് ചെയ്യും. അത് ശരിയാണ്. അങ്ങനെ ഞാൻ വർഷാപ്പൊന്നോ അവിടെ നേരം തരും, അല്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ. ചാർജിങ് ടൈം ഇതിന് എത്ര എടുക്കുന്നത്? ഇത് 4 മണിക്കൂറാണ്. 4 മണിക്കൂർ എടുക്കുന്നുണ്ട്. അത് കമ്പനി 3.5 മണിക്കൂറല്ലേ? 3.5 മണിക്കൂർ. അത് റെഡിയാണ്, സെയിമാണ്. ഞാൻ പറഞ്ഞത് സുമാർ പറഞ്ഞ ഒരു 4 മണിക്കൂറിന്റെ അടുത്ത്. പിന്നെ ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ഈ ഒരു ഇലക്ട്രിക്കിനെ പറ്റി വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പഠനം നടത്തിയിരുന്നോ? ഇലക്ട്രിക്കിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഡ്രൈവർമാരെല്ലാം പറഞ്ഞത് എങ്ങനെയാണ്, ഡീസൽ വണ്ടിക്കാരെല്ലാം പറഞ്ഞത് എന്റെ അടുത്ത് ഡീസൽ ഉള്ളതാണ്. പക്ഷേ ഈ ഡീസൽ വണ്ടിക്കാർ എന്നാൽ ശരിക്കും പറയുന്ന ശബ്ദം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. എനിക്കിപ്പോ ഇനി ശരിക്കും പറയുന്നത് ആ ഡീസൽ വണ്ടിയിലേക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. അത് ശരിയാണ്. ഇത് യൂസ് ചെയ്തതിനു ശേഷം ഡീസൽ വണ്ടിയിൽ നമ്മള് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാല് ഒരു കാർ വെച്ചാൽ എത്ര ഇവിടുന്ന് ഒരു 50,000 റുപ്യ തരാന്ന് പറഞ്ഞാലും ആ ഡീസൽ വണ്ടി ഞാൻ എടുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും എടുത്ത് മുടിഞ്ഞ ഒരു വ്യക്തിയാണ് ഡീസലില്. പിന്നെന്ന് പറഞ്ഞാല് ഇത് പേരാമ്പ്ര ഹൈസ്കൂൾ മലയാണ്. മലേന്റെ മുകളിലേക്ക് കയറുമ്പോ ഇഷ്ടംമാതിരി പിന്നെ 4 ആളെ 5 ആളെ വെച്ചിട്ട് സംഭവം ഈ വണ്ടി കയറുന്നുണ്ട്. അപ്പൊ 4 ആളെ 5 ആളെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ കയറ്റം വലിയില്ലെന്നല്ലാന്ന് ഡ്രൈവർമാർ പറയല്, ഡീസൽ വണ്ടിക്കാർ. പക്ഷെ അത് എന്താന്നറിയില്ല, ഇത് വലിയിലാണ്. പക്ഷെ ഈ വണ്ടി 4-5 ആളെയും കൊണ്ട് ഞാൻ ഹൈസ്കൂൾ മല, ഇവിടുത്തെ ഏറ്റവും വലിയ മല ഹൈസ്കൂൾ മലയാണ്. അപ്പൊ ആ മലയിലേക്ക് കയറുന്ന പറഞ്ഞാൽ 5 ആളെ വെച്ചിട്ട് ഇത് ഈസി ആയിട്ട് കയറി പോകും. പക്ഷെ 2 ആളെ 3 ആളെ വെച്ചിട്ട് ഡീസൽ വണ്ടി ഫസ്റ്റില് വലിപ്പിക്കണം. ഇത്രയും 30 കൊല്ലത്തെ ഒരു പരിചയമുള്ളതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളതിനെ കൊണ്ട് ഞാൻ പറയുകയാണ്, ശരിക്കും അറിയുന്ന ഡീസൽ വണ്ടി എടുത്ത ആൾക്കാരെല്ലാം മുടിഞ്ഞു പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാല് ഒരു കാര്യമില്ല, ഇത് നമ്മൾ അത്രയും കൊല്ലം നമ്മൾ ഉപയോഗിച്ചിട്ട് ഇത് തീരെ. ഓക്കെ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ചാർജിങ്ങും കാര്യങ്ങളൊന്നും പുറത്തധികം കൂടുതലില്ലല്ലോ? ഇല്ലല്ലോ. അപ്പൊ ആ സമയത്ത് അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ, അതേപോലെ തന്നെ നിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെ? ഇല്ല, അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇല്ല. പുറത്തുനിന്നൊക്കെ ഞാൻ ഇടയ്ക്ക് മൊബൈൽ ചാർജ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഞാൻ പോകുന്ന സ്ഥലത്തുനിന്ന് പിന്നെ അല്ലാണ്ട് തരും. ചില ആൾക്കാർ ഇവിടുന്ന് ചെയ്തോന്ന് അറിയും. ഓക്കെ. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ കിട്ടും. പിന്നെ ഈ ഒരു വാഹനത്തിന് നിങ്ങൾ എന്തെങ്കിലും റീസെയിൽ വാല്യൂ കണ്ടിട്ടാണോ ഈ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്? ഇല്ല. അങ്ങനെ ഇത് ശരിക്കും ലാഭമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. ഇതിപ്പോ പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കുമ്പോ പറഞ്ഞാൽ ഇത്രയും 1 ലക്ഷം കിലോമീറ്റർ ഓടി അല്ലെങ്കിൽ അറിയാലോ എത്ര രൂപയ്ക്ക് ഓടിക്കണ്ടാവും. അപ്പൊ അത് ശരിക്കും ലാഭമാണ്. ഞാൻ ഇനിയിപ്പോ പറഞ്ഞാൽ ഒരു ഡീസൽ വണ്ടി കൂടിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ, വേറെ കമ്പനി ഒന്നും എടുക്കില്ല. മഹീന്ദ്ര കമ്പനീന്റെ നല്ലൊരു വണ്ടിയാണ്. കാരണം എന്താ, ചില ബജാജിന്റെ 180 ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ നമുക്ക് ഇത് യൂസ് ചെയ്തതിനെ കൊണ്ട് ഈ വണ്ടി അല്ലാത്ത വേറൊരു വണ്ടിയിലേക്ക് നമുക്ക് മാറാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വണ്ടിയാണ്. ഇപ്പൊ ട്രിയോ പ്ലസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് 165 കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നല്ലൊരു ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് എടുക്കണം എന്നുള്ള ഒരു ഇല്ലാന്ന് നമ്മളുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും പുതിയതായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും അതേപോലെ തന്നെ ഇപ്പൊ എടുത്തിട്ട് പല കംപ്ലൈന്റ്സ്, അതായത് ചാർജ് ഡൗൺ ആണ്, അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും? എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് ഈ ഞാൻ പറഞ്ഞില്ലേ, അവര് ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. കാരണം എന്താ, 0 വരെ കമ്പനി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാല് 10-15 വരെ ചാർജ് ഇടണം. പക്ഷെ ഞാൻ 0 വരെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഞാൻ എന്റെ മാക്സിമം ട്രെയിൻ ചെയ്യാം. അതെ, നമ്മള് ചെയ്തു നോക്കി എന്ത് സംഭവിക്കുന്നുള്ളത്. പിന്നെ ഇതിന് വാറണ്ടി ഉള്ളതിനെ കൊണ്ട്
എന്ത് വേണം ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാലോ. അപ്പൊ ഞാൻ അങ്ങനെ അവരോട് പറയാൻ തന്നെ 0 പോയിന്റ് വരെ ആക്കി. ഓല് പറഞ്ഞ 10 വരെ ഓടാവും, അല്ലെ 15 വരെ നിങ്ങൾ നിൽക്കണം എന്നാണ്. ഞാനെന്ന് പഠിച്ചത് ഫുള്ളായിട്ട് ഡൗൺ ആക്കി അതിൽ നിന്ന് ചാർജ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോ 125 കിലോമീറ്റർ കറക്റ്റ് കിട്ടും. 125 മേലെ കിട്ടുന്നുണ്ട്. ഇത് സാധാരണ ഒരു ഏരിയ അല്ലല്ലോ, കാരണം കുന്നും മലയൊക്കെ ഉള്ള അവിടെ 125 കിലോമീറ്റർ 2 വർഷമായിട്ട് എനിക്ക് ഇത് മൈലേജ് ഷോർട്ടേജ് ഇതുവരെ ഇല്ല. ഇനിയിപ്പോ എന്ത് സംഭവിക്കും പറയാനാകില്ല. സംഭവിച്ചാലും നമുക്ക് പ്രശ്നമല്ല, കാരണം പറഞ്ഞാല് അത്രയും പൈസക്ക് ഓടിയല്ലോ. ഓക്കെ. പിന്നെ ഇതിന്റെ ബാറ്ററി ഇനി ഈ ഒരു നിങ്ങളെ കാലാവധി ഉണ്ടല്ലോ, ഒരു വാറന്റി പീരീഡ്, അത് കഴിഞ്ഞാൽ ഈ ബാറ്ററിന്റെ കാര്യത്തിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും മുൻവിധി? ഇല്ല. അതിപ്പോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇനി നമ്മള് പുതിയതായിട്ട് വേറെ വണ്ടി എടുക്കുകയാണെങ്കിലും നമുക്ക് ഒരു 2-3 കൊല്ലം ഇത്രയും കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വണ്ടി എത്ര കിട്ടിയാലും നമുക്ക് ലാഭമാണ്. ഓക്കെ ഓക്കെ, മറ്റു കാര്യമില്ല. അപ്പോ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു വാഹനം യൂസ്ഫുൾ ആണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാഭമാണ് നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് വെച്ച്? തികച്ചും ലാഭമായതിനെ കൊണ്ട് ഞാനിപ്പോ ലൈസൻസ് ഇല്ലാത്ത ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. മോന് വേണ്ടി ഒരു 2 വീലർ എടുത്തിട്ടുണ്ട്. ശരി. അപ്പൊ പിന്നെ അത് 100 കിലോമീറ്റർ കിട്ടും. അപ്പൊ ഞാൻ എന്താ ഇതിന്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് പഠിച്ചത് ഒരു 2 വീലർ കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വീട്ടില് പിന്നെ ഓൺബോർഡ് ചാർജിങ് സാധാ ഒരു ചാർജിങ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു സോളാർ സിസ്റ്റം ഒക്കെ? അല്ലല്ല, സാധാ ചാർജിങ്. ഓക്കെ. സോളാർ ആണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മെച്ചമായിട്ട് വരുമല്ലോ അല്ലെ? അതെ. ഓക്കെ. അതില് നിങ്ങളെ സോളാറിലേക്ക് ആക്കണം. സാമ്പത്തിക ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, അതിനെക്കൊണ്ട് സോളാറിലേക്ക് ആക്കണം. കുറച്ചുകൂടി ടൈം എടുക്കണം. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഒരു വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടി കൂടി എടുത്തു കഴിഞ്ഞാൽ ധൈര്യത്തില് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ പുതിയതായിട്ട് ഇനി ഒരു ഇലക്ട്രിക് ഓട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കുന്ന ഭയങ്കര ലാഭമാണ്. പിന്നെ കയറുന്ന പാസഞ്ചർ എന്നെ ഇപ്പൊ പറഞ്ഞാല് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് കുലുക്കൊല്ലാണ്ട് ഇതാണ്ട് ചൊച്ച സൗണ്ട് ഒന്നും ഇല്ലാതെ പോകേണ്ടിച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ വണ്ടി കുറവാണ് ഇവിടെ. പേരാമ്പ്ര സംബന്ധിച്ച് വണ്ടി കുറവാണ്, ഇലക്ട്രിക് വണ്ടി കുറവാണ്. അപ്പൊ ചില ആൾക്കാർ എന്നെ കാത്തു നിൽക്കലുണ്ട്, 1 മണിക്കൂറിലും കാത്തു നിന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ച് വിളിക്കും, അത് മതി, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് പോകാന്നുള്ള കണ്ടീഷൻ. അപ്പൊ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ? ഏറ്റവും നല്ല അനുഭവം. താങ്ക്സ്. ഓക്കെ.